അമ്മയ്ക്ക് ഞാൻ കെട്ടുന്ന ആളെ എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹം? നോക്ക്, എനിക്ക് വലിയ വീട്ടിലെ കുട്ടികളെയൊന്നും മരുമകളായി വേണ്ട. പെൺകുട്ടി വളരെ നല്ലവളായിരിക്കണം. അവളുടെ നടത്തം, അവളുടെ സ്വഭാവം, അവളുടെ മനസ്സ് ഇതൊക്കെ നന്നാവണമെന്നേ ഉള്ളൂ. അതിലൊക്കെ ഉപരി അവള് നിന്നെ നന്നായിട്ട് സ്നേഹിക്കുകയും വേണം. വളരെ നന്നായി സംസാരിക്കണം. പക്ഷേ കലഹം പാടില്ലെന്നേ ഉള്ളൂ എനിക്ക്. മതി മതി കൂടാതെ മതി മതി മതി. അമ്മേ, അമ്മയൊന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയുള്ള ഒരു പെണ്ണ് ഈ വീട്ടിലേക്ക് പെട്ടെന്ന് വന്നു കയറും. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. കിട്ടും, ഉറപ്പായിട്ടും കിട്ടുമെന്നേ. ചിലപ്പോ മുൻപേ കിട്ടിയിട്ടുണ്ടാവും. ശ്രീമതി മധുമതി മാഡം, ഈ വീട്ടിലേക്ക് ഒരു മരുമോള് പെട്ടെന്ന് വരും. കമ്മിങ് സൂൺ. എടാ തൃശൂൽ, നിനക്ക് തലയ്ക്ക് വട്ട് പിടിച്ചോ? അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ ഈ ചെറുക്കിന് പറ്റിയത്? ഗുരുക്കളെ, വരൂ ദിഗ്വിജയ. കുറെ നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അങ്ങേക്ക് സുഖം തന്നെയല്ലേ? എല്ലാം നന്നായി നടക്കുന്നു ദിഗ്വിജയ. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു വിഷമമുള്ളത് പോലെയുണ്ടല്ലോ. എന്തു പറ്റി? അത് എന്റെ മകനെ കൊണ്ട് ഞാനൊരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പെൺകുട്ടിയും കണ്ടുവച്ചിരുന്നു. കല്യാണമോ? പുതിയ ബന്ധം നോക്കുന്നുണ്ടോ? എന്താ ഗുരുക്കളെ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇങ്ങനെ ഒരു ശുഭകാര്യം നടന്നിട്ട് എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അങ്ങേ അറിയിക്കാതെ കല്യാണം നടത്തുമോ ഗുരുക്കളെ? എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ട് പറയാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ അങ്ങയെ കാണേണ്ട സാഹചര്യം ഉണ്ടായി ഗുരുക്കളെ. എന്താ സംഭവിച്ചത്? എന്റെ മകൻ പെണ്ണ് കാണാൻ വേണ്ടി ചെന്നപ്പോ ആ പെൺകുട്ടി അവന്റെ കണ്ണിൽ ഒരു പ്രേതമായിട്ടാണ് കണ്ടത്. അവനവിടുന്ന് പേടിച്ചോടുകയും ചെയ്തു. അവന് ഇത്രയും കാലം ഈ ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അവൻ തന്നെ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഈ കാര്യം പറയാൻ വന്നത്. പ്രേതത്തെ പോലെ തോന്നിയെന്നോ? ഇത് ഇച്ഛാധാരി നാഗത്തിന്റെ പണിയാണോ അതോ മറ്റേതെങ്കിലും ശക്തിയുടെ പണിയാണോ എന്നറിയില്ല. എനിക്കും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നിന്നെ മാത്രം പിന്തുടരുന്ന നാഗങ്ങളുടെ പണിയാണെന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിന് പരിഹാരം പറയാം. ഇതിനൊക്കെയുള്ള പരിഹാരം തീർച്ചയായും ഉണ്ട്. നീ ഒട്ടും തന്നെ പേടിക്കണ്ട. അതെന്ത് പരിഹാരമോ ഗുരുക്കളെ? അങ്ങ് പരിഹാരം ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. തുടരെ തുടരെ പ്രശ്നങ്ങളാണെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നിർദ്ദേശിച്ചാൽ അത് വലിയ ഉപകാരമായിരിക്കും. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. തെറ്റൊന്നുമില്ല. നിനക്ക് പരിഹാരമല്ലേ വേണ്ടത്? ഞാൻ തരാം. തൃശൂൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ പ്രോജക്റ്റ് സക്സസ് ആക്കണം. ഡാഡി വളരെ പ്രതീക്ഷയോടെ ഈ പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൊച്ചുമുതലാളി, എല്ലാം നന്നാവുന്നേ. ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നോക്കിക്കോ, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും സമ്മതിക്കും? ഈ കാര്യങ്ങളിലൊക്കെ കൂടെ ബോസ് കല്യാണക്കാരും കൂടി ആലോചിക്കണം. അയ്യോ എൻ്റെ അമ്മേ, അങ്ങനെ ഒരു വിഷയം മാത്രം നീ എന്നോട് ഇപ്പൊ പറയല്ലേ. അതിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ. എന്ത് പറ്റി ബോസ്? ഏയ് നിർത്ത്, ശിവാനി. ഹലോ ശിവാനി, എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, എന്തോ പ്രോബ്ലം പറ്റിയതെന്ന് തോന്നുന്നു. അത് പിന്നെ മഴക്കാലമല്ലേ, അതുകൊണ്ട് വെള്ളം കയറി ബാറ്ററി അടിച്ചു പോയതാവാൻ ചാൻസ്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. തൃശ്ശൂലെ, വണ്ടിക്ക് എന്താ പറ്റിയെന്ന് നീ നോക്കി, സ്റ്റാർട്ട് ആവാൻ നോക്കി. ഇല്ല, സ്റ്റാർട്ട് ആവുന്നില്ല. മാഡം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഈ തൃശ്ശൂലൊന്ന് തൊട്ടാ മതി, വണ്ടി സ്റ്റാർട്ട് ആവും. ദേ കണ്ടോ? ഒന്ന് മാറ് മാഡം, ഞാനൊന്ന് നോക്കട്ടെ. മാറ്. ഇതെന്തോ മിസ്സിംഗ് കാണിച്ചതായിരിക്കുള്ളൂ. ഞാൻ കിക്കർ അടിച്ചു നോക്കട്ടെ. കൊച്ചുമുതലാളി, നമുക്ക് ഒന്ന് ചെരിച്ചു നോക്കിയല്ലോ.
അതിനെല്ലാടെ നാട്ടിൽ മെക്കാനിക് ഉള്ളത്. നീ അവരെ കൊണ്ട് കൊടുത്തേ. അയ്യോ കുഴപ്പമില്ല. ഹേയ്. വേഗം ചെല്ല്. നിങ്ങളെന്തോ തിരക്കിലായിരുന്നില്ലേ? എവിടെയോ പോയിക്കൊണ്ടിരിക്കായിരുന്നു തോന്നുന്നു. എന്നെ കൊണ്ട് വെറുതെ ബുദ്ധിമുട്ടായില്ലേ? അതെ ശിവാനി, ഇയാളുടെ ഈ ഫോർമാലിറ്റി കുറച്ച് കൂടുതലാട്ടോ. അറിയുന്ന ആൾക്കൊരു സഹായം ചെയ്യാൻ എന്തിനാ ഈ ഫോർമാലിറ്റി? താൻ കണ്ടോ, വണ്ടി ഇപ്പോ തൃശ്ശൂർ ശരിയായിക്കൊണ്ട് വരും. ഈ വക കാര്യങ്ങൾക്കൊക്കെ എക്സ്പെർട്ട് ആവാൻ. നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒരുമിച്ചായിരിക്കും അല്ലേ? ഞങ്ങൾ ജനിച്ചത് ഒരുമിച്ചല്ലേ, വളർന്നതും ഒരുമിച്ച് തന്നെ. അത് ശരി. നിങ്ങൾ ജനിച്ചത് എവിടെയാ? ഇവിടെ തന്നെയാണോ? ഇവിടെ കനകദുർഗ തന്നെ ജനിച്ച, ഇവിടെ തന്നെ വളർന്നത്. ഡാഡി എന്നെ പുറത്തേക്കൊന്നും വിട്ടില്ല. എപ്പോഴും ഡാഡിയുടെ കണ്ണുമ്പിൽ തന്നെ ഉണ്ടാവണം. നിന്റെ ഡാഡി അത്രയ്ക്ക് പ്രൊട്ടക്റ്റീവ് ആണോ? ഡാഡി ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. എന്നെ ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. ഈ നാട്ടിൽ ഓടിക്കളിച്ച് തല്ലുകൂടിയൊക്കെ ഞാൻ വളർന്നു വലുതായ. തന്റെ കാര്യം എങ്ങനെയാ? ചൈൽഡ്ഹുഡ് ഒക്കെ എവിടെയായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ഡാഡ് ഫോറിനിലേക്ക് പോയതുകൊണ്ട് ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം അവിടെ തന്നെ. എനിക്ക് ഇന്ത്യ എങ്ങനെയാന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് തന്നെ കണ്ട അങ്ങനെ പറയില്ല. താൻ അമേരിക്കയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്കും അതെ. നിന്നെ കണ്ട ഇവിടെയൊന്നും ജനിച്ചതാണെന്ന് തോന്നാറേ ഇല്ല. വേറെ എവിടെ നിന്നോ ഇവിടെ വന്നതാണെന്ന് തോന്നാറ്. ഓ ആണോ? ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത്. അല്ല, തനിക്കെന്താ അങ്ങനെ തോന്നി? എന്താന്ന് എനിക്കറിയില്ല. നിങ്ങളെ കാണുമ്പോ എനിക്കെന്തോ അങ്ങനെ തോന്നാറ്. വേറൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ദേഹത്ത് ഒരു വിചിത്രമായ മറുകില്ലേ? ഓ അതോ, അത് ജനിച്ചപ്പോഴുള്ളതാ. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ആശ്ചര്യമായിരുന്നു, ഇതെന്താ ഇങ്ങനെ വന്നേന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറെ ഏതോ ലോകത്ത് നിന്ന് വന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂലും വേറെ ലോകത്തുനിന്ന് വന്നായിരിക്കും. എന്തേ? എന്താന്ന് വെച്ചാ തൃശ്ശൂരിലും ഇതുപോലെ ഒരു സെയിം മറുകുണ്ട്, അറിയോ? അതെ, തൃശ്ശൂലിനും ഉണ്ട്, നിനക്കും ഉണ്ട് ഒരുപോലുള്ള മറുകൾ. പക്ഷെ ഇതിൽ ആദിശേഷൻ ആരും. നോക്ക്, ഇത് വളരെ അപൂർവമായ ഒരു ചൂർണമാണ്. വിവിധ ഔഷധ സസ്യങ്ങൾ വെച്ച് തയ്യാറാക്കിയ അമൂല്യമായ ഒരു ചൂർണമാണിത്. ഈ ചൂർണം നന്നായി പാലിൽ കലക്കി നിന്റെ മകനെ കൊണ്ട് 3 ദിവസം കുടിപ്പിക്കണം. അവനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാകും. അവസാന ഘട്ടത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് അവനിൽ നിന്ന് കാണാനാവും. ആണോ ഗുരുക്കളെ? അതേ ദിഗ്വിജയ, ഈ ചൂർണം അതീവ ശക്തിയുള്ളതാണ്. പക്ഷേ ഒന്നുണ്ട്, ഈ ചൂർണം എന്തായാലും ആ 3 ദിവസവും കുടിച്ചിരിക്കേണ്ടതാണ്. ഇടയ്ക്ക് വിട്ടുകളഞ്ഞാൽ അത് അബദ്ധമാകും. ഇത് കുടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഗുരുക്കളെ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ദിഗ്വിജയ. എന്താ ഗുരുക്കളെ? ഞാനൊരു മുഹൂർത്തം പറഞ്ഞു തരാം. ആ സമയത്തിനുള്ളിൽ തന്നെ നിന്റെ മകന് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവന്റെ വിവാഹം നടത്തണം. ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ നിന്റെ മകന് കാലാകാലത്തോളം അങ്ങനെ ഒരു യോഗമുണ്ടാവില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്ന ഗുരുക്കളെ? ഇന്നേക്ക് 15 ദിവസത്തിനുള്ളിൽ അവന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തിയേ പറ്റൂ. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിശ്ചയവും നടത്തിയേ പറ്റൂ. അതിപ്പോ ഗുരുക്കളെ, ഈ 15 ദിവസം എന്നൊക്കെ പറയുമ്പോ ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴും എനിക്ക് ദേവിയുടെ വെളിപാടുണ്ടായപ്പോൾ പോലും എനിക്കിത് തന്നെയാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇതെല്ലാം ദേവി അരുളിയതാണ്, എന്റേതായി ഒന്നുമില്ല. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതാണ് നിന്റെ ജീവിതത്തിലെ ആദ്യ കടമ്പ. നിന്റെ മകൻ സ്വന്തമാക്കാൻ പോകുന്ന പെണ്ണ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കൂ ദിഗ്വിജയ. പിന്നെ എന്താ?
അതൊന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം. ആയിക്കോട്ടെ ഗുരുക്കളെ, അങ്ങ് പറയുന്ന പോലെ തന്നെ ചെയ്യാം. വിജയീ ഭവ. വരട്ടെ. പോ ദിഗ്വിജയ പോ. ഞാൻ ഒരുക്കിയ കെണിയിൽ നീ തന്നെ വന്നു വീണില്ലേ? ആക്ച്വലി ഞാൻ വല്ലാതെ ക്യൂരിയസ് ആണ്. ചോദിക്കാലോ? ചോദിച്ചു ശിവാനി, അതിനിപ്പോ എന്താ? നിങ്ങളുടെ ഈ സ്കെച്ച് ചെയ്യല്, പെയിന്റിങ് ചെയ്യല്, ആ ഹോബിയൊക്കെ എപ്പോ തുടങ്ങിയതാ? ആർക്കറിയാം. ഈ കലയൊക്കെ നമ്മൾ ഇന്ന് പതുക്കെ പതുക്കെ പുറത്തു വരുന്നല്ലേ. അങ്ങനെ എന്നോ എൻ്റെ കയ്യിലൊരു പെയിന്റിംഗ് ബ്രഷ് വന്നതാ. അത് പിന്നെ മെല്ലെ മെല്ലെ അങ്ങ് ശീലമായി. ഓ, ദാറ്റ്സ് നൈസ്. ഒരു തവണ എന്റെ നല്ലൊരു പെയിന്റിംഗ് വരച്ചു തരാൻ പറ്റുമോ? പിന്നെ ഞാൻ വരച്ചാലോ. അന്ന് ഞാൻ ചെയ്ത പെയിന്റിങ്ങിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒരു കാര്യം ചെയ്താലോ, നാളെ കാണാൻ പറ്റും. തന്നെ ഒരു ബ്യൂട്ടിഫുൾ പെയിന്റിങ് ഞാൻ വരച്ചുതരാം. ശരി, നാളെ കാണാം. അല്ല, തൃശ്ശൂർ ഇനിയും വന്നില്ലല്ലോ? ശരിയാ, തന്നോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ആ കാര്യം മറന്നു. അല്ല, നമ്മളെന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? താമ്പാ, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. തന്റെ വണ്ടി വീട്ടിൽ കൊണ്ടെത്തിക്കാൻ ഞാൻ തൃശ്ശൂരോട് വിളിച്ചു പറയാം. വേണ്ട, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. എന്താ ശിവനി, നമ്മള് കാറിലല്ലേ പോകുന്നത്, അല്ലാതെ ഞാൻ തന്നെ എടുത്തോണ്ടൊന്നല്ലോ അങ്ങോട്ട് പോകുന്നത്. താൻ പാടും. വേണ്ട ത്രിവിക്രം, ഞാൻ ക്യാബ് എടുത്ത് പോയിക്കോളാം. ശിവാനി, താൻ വരുമെന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദമയന്തി, ദമയന്തി, ഗോവിന്ദ. എന്താ അളിയ, എന്താ കാര്യം? എന്താന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ത്രിവിക്രമന്റെ കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്താം. അല്ല, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? തിരക്ക് പിടിക്കണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത്? പറഞ്ഞതൊക്കെ വിട് ദമയന്തി, എല്ലാവർക്കും ഒരു നല്ല സമയം ഉണ്ടാവില്ലേ? ഇവന്റെ ജാതക പ്രകാരം ഇപ്പോഴാണ് ഇവന്റെ നല്ല സമയം. ജാതകത്തിൽ എങ്ങനെയുണ്ട്? നമ്മൾ ഇപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ മുന്നോട്ട് പിന്നെ കല്യാണം നടക്കാൻ കഷ്ടമാണെന്നാ ഗുരുക്കൾ പറയുന്നത്. അങ്ങനെയാണോ? അതെ. പക്ഷേ പെട്ടെന്ന് ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെയാ? ഇനി 15 ദിവസത്തിനുള്ളിൽ നമ്മൾ പെൺകുട്ടിയെ കൺഫേം ചെയ്ത് അവന്റെ കല്യാണം നടത്തിയിരിക്കും. അയ്യോ അളിയ, ഇത്ര പെട്ടെന്ന് വേണോ? അപ്പോ ഇനി അധികം സമയമില്ലല്ലോ. നമ്മുടെ ഒരു സ്റ്റാറ്റസിനെ പറ്റിയ ഒരു പെണ്ണിനെ പെട്ടെന്ന് കണ്ടെത്തി എങ്ങനെ കല്യാണം നടത്താനാ? അതെനിക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാരെയും വിളിച്ച് ഞാനിപ്പോ കൂടി ആലോചിച്ചത്. എന്താ, നിന്റെ പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത്ര തിരക്കിട്ട് വേണ്ടെന്ന എന്റെ അഭിപ്രായം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയാതെ. എനിക്കും അതൊക്കെ അറിയാവുന്നതല്ലേ. എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, അതല്ലാതെ വേറെ വഴിയില്ല. ശരി. ദമയന്തി, ഒട്ടും സമയമില്ല എന്നുള്ളത് ഓർമ്മ വേണം. ഉള്ള സമയത്തിനുള്ളിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും സംസ്കാരത്തിനും ഒക്കെ ചേർന്ന നല്ലൊരു കുട്ടി തന്നെ ആയിരിക്കും വേണം. നിനക്ക് മനസ്സിലായല്ലോ നന്ദീശ? മാഡം, എന്താണ് മാഡം നിങ്ങളുടെ കഥ? അവിടെ ബൈക്കും കംപ്ലൈന്റ് ആയി നടു റോട്ടിൽ നിന്നിരുന്ന ആളല്ലേ? ആ സമയത്ത് അവിടെ ഞങ്ങൾ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു മാഡം അവസ്ഥ? നിങ്ങളെപ്പോലൊരാൾ നടു റോട്ടിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നത് ശരിയാണോ മാഡം? അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തൃശൂൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവനെ ഓർക്കണം. അവനെ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി, എവിടെയുണ്ടെങ്കിലും പറന്ന് അവിടെ വരൂല്ലേ. എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നേ? അതെ, നിങ്ങൾ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മാത്രം മതി, ഞാൻ അവിടേക്ക് എത്തില്ലേ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാലോ, ഞാൻ പെട്ടെന്ന് വന്നത് ചെയ്തു തരില്ലേ. എന്തിനു ഇത്രയും സംസാരിക്കുന്നേ? ഞാൻ നിന്നെ ഇനി വിളിക്കില്ല, ഒരു കാരണവശാലും വിളിക്കില്ല. എന്താ
അത്യാവശ്യമാണെങ്കിലും വിളിക്കില്ല. അറിയാം. നിങ്ങൾ എന്നെ അങ്ങനെയൊന്നും വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. നോക്ക്, ഈ ലവ് എന്ന് പറയുന്ന സംഭവം നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനും കഴിയുന്നില്ല, കേൾക്കാനും കഴിയുന്നില്ല. സാരമില്ല, ആ ഒരു അവസ്ഥ എനിക്ക് നന്നായി തന്നെ മനസ്സിലാവും. യെസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലവ്. എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എന്താ അതിന്റെ അർത്ഥം? പ്രണയത്തിന്റെ ആദ്യ ഭാവം വേദന. വാ, പ്രേമത്തിന്റെ ആദ്യ ഭാവം വേദനയാണെങ്കിൽ അടുത്ത ഭാവം എന്തായിരിക്കും? തീവ്ര മൗനം. പിന്നെ ആ ഭാവം തഴുകുന്ന സ്നേഹം. ഇതാണ് പ്രണയം എന്ന് നമുക്ക് തോന്നും. വാ. തൃശൂൽ, സൂപ്പർ മോനെ, സബാഷ്. നോക്ക് മാഡം, എല്ലാ പ്രണയവും ആരംഭിക്കുന്നത് ഒരു ഫൈറ്റിൽ നിന്നായിരിക്കും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ എന്താണെന്നറിയോ? ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് വന്ന് പ്രണയമാണെന്ന് അങ്ങ് തുറന്നടിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇനി റിവേഴ്സ് ഗിയറിൽ വേണം വരാൻ. ലാസ്റ്റ് ഒന്ന് ഫസ്റ്റിലേക്ക് വന്ന് ഇനി ആദ്യം മുതലൊന്ന് തുടങ്ങേണ്ടി വരും. പോട്ടെ, സാരമില്ല, ഇതൊക്കെ സാധാരണയല്ലേ. നിങ്ങൾ എന്തായാലും എന്റെ വഴിക്ക് വരും. വന്നല്ലേ പറ്റൂ. വേറെ എന്ത് ചെയ്യാനാ? വേറൊരു വഴിയില്ലല്ലോ. കാത്തിരിപ്പാണ് പ്രധാനം. അപ്പോ എന്റെ പ്രണയത്തെ സാക്ഷി നിർത്തി ഇതൊന്ന് വാങ്ങിക്കും. വരട്ടെ, ബൈ. ഹലോ നീലി മാഡം, എന്റെ പ്രണയത്തെ വളരെ നന്നായി നോക്കണേ. ഓക്കെ, കാണാം. ഓക്കെ, ബൈ. ശിവാനി, നീ എന്തിനാ ഈ തൃശൂല് പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുന്നത്? നമുക്കെന്തായാലും ത്രിവിക്രമനാണ് ആദിശേഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിട്ടും നീ എന്തിനാ ഈ തൃശൂലിന്റെ ശല്യമെല്ലാം ഇങ്ങനെ സഹിക്കുന്നത്? അവനെ എന്തായാലും നീ അകറ്റി നിർത്താൻ നോക്ക്. എനിക്കിനി ഒരേ ഒരു തെളിവ് കൂടെ ലഭിക്കണം നീലി. ത്രിവിക്രമൻ തന്നെയാണ് ആദിശേഷൻ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്ന് ഉറപ്പിക്കട്ടെ. അതിനുശേഷം തീർച്ചയായിട്ടും ഇവനെ ഞാൻ അടുപ്പിക്കാൻ പോകുന്നില്ല. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ ത്രിവിക്രമൻ തന്നെയാണ് ആദിശേഷൻ എന്ന കാര്യം ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും എന്റെ മനസ്സതിന് വഴങ്ങുന്നില്ല. ആ ഒരു സത്യം മനസ്സിലായ പിന്നെ എന്റെയും ആദിശേഷന്റെയും ഇടയിൽ ആരും വരാൻ ഞാൻ സമ്മതിക്കില്ല. പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല.
അങ്ങ് സൃഷ്ടിച്ച ആ ചൂർണം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക? അതുകൊണ്ട് എന്താണ് ഉപയോഗം? എന്ത് പ്രയോജനമാണ് മഹാമായെ? പ്രയോജനം അതൊരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാനാവില്ല. അത് മെല്ലെ മെല്ലെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നോക്ക്, നീ ഈ കണ്ടകാരം കണ്ടില്ലേ? ഇത് അപൂർവമായി അത്ഭുത രത്നങ്ങളാൽ നിർമ്മിച്ചതാണ്. ഭൂലോകത്തിൽ ഇതിന് സമാനമായി വയ്ക്കാൻ മറ്റൊരു രത്നവും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് അമൂല്യമായ രത്നങ്ങളാൽ നിർമ്മിച്ച ചൂർണമാണിത്. അതൊരു മഹാകവചമായി അവനിൽ പ്രവർത്തിച്ചിരിക്കും. അതെങ്ങനെ സാധിക്കും? സാധ്യമായിരിക്കും, പക്ഷേ സാധ്യമാക്കേണ്ട മാർഗം അറിഞ്ഞിരിക്കണമെന്നു മാത്രം. ഈ കണ്ടകാരം എന്നുള്ളത് സാധാരണമായ ഒന്നല്ല. നാഗലോകത്തെ രത്നങ്ങളാൽ നിർമ്മിതമായ ഒന്നാണ്. ഈ മാലയ്ക്കും ജീവശ്വാസം എന്നൊന്നുണ്ട്. അതിൻ്റെതായ ഓർമ്മകളുമുണ്ട്, മനുഷ്യരെ പോലെ. ആണോ? ഈ മാല എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എന്തിനൊക്കെ സാക്ഷിയായിട്ടുണ്ടോ, ഏതൊക്കെ ശക്തി ആർജിച്ചിട്ടുണ്ടോ, അതെല്ലാം ഇതിന്റെ സ്മൃതികളിൽ വ്യക്തമായിരിക്കും.